പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ 99 സീറ്റുകളുടെ ചരിത്ര വിജയം, 4 പതിറ്റാണ്ട് ചരിത്രം തിരുത്തിയെഴുതിക്കൊണ്ട് ഒരു ഭരണ തുടർച്ച. കേരളം മുഴുവൻ ചുവപ്പണിഞ്ഞ 2021 മെയ് മാസം. അവിടെ നിന്ന് LDF സർക്കാരിൻ്റെ ആദ്യത്തെ ഒരു വർഷം എന്തായിരുന്നു? ക്യാപ്സ്യൂളുകളോ PR വർക്കുകളോ ഇല്ലാതെ സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ നമുക്ക് 5 എപ്പിസോഡുകളായി കീറിമുറിക്കാൻ. അവർ ചെയ്ത നല്ല കാര്യങ്ങൾ, അവരുടെ പരാജയങ്ങൾ, അഴിമതികൾ എല്ലാം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. ഇത് എപ്പിസോഡ് 1. 2021 മെയ് മുതൽ 2022 മെയ് വരെ തുടങ്ങും മുൻപേ തീർന്ന മധുവിധുവിൻ്റെ കഥ. കോവിഡ് കാരണം മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കുവാൻ പോലും ജനങ്ങൾക്ക് വിലക്കുണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചൊരു വമ്പൻ സത്യപ്രതിജ്ഞ മാമാങ്കം. EMA അടക്കം അന്ന് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. നിയമങ്ങൾ സാധാരണക്കാർക്ക് മാത്രമോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയ നിമിഷങ്ങൾ. ഇനി നമുക്ക് ഭരണ തുടർച്ചയുടെ പ്രധാന കാരണമായ സൗജന്യ ഭക്ഷ്യക്കിറ്റിലേക്ക് വരാം. ഈ കിറ്റുകൾക്ക് പണം മുടക്കിയത് ആര്, എങ്ങനെ? കേന്ദ്ര സർക്കാർ 5 കിലോ അരിയോ ഗോതമ്പോ സൗജന്യമായി നൽകി. എന്നാൽ അത് മുൻഗണനാ കാർഡുകൾക്ക് മാത്രമായിരുന്നു. ഈ പ്രതിസന്ധി മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്നും കോടികൾ ചിലവാക്കി 17 ഇന പലചരക്ക് സാധനങ്ങൾ അടങ്ങിയ ഒരു കിറ്റ് മുഴുവൻ കാർഡുകാർക്കും നൽകി. എന്നാൽ LDF കേന്ദ്രത്തിൻ്റെ സൗജന്യ അരി കൂടി തങ്ങളുടെ PR വർക്കിൻ്റെ ഭാഗമായി 100% സഹായവും സംസ്ഥാനമാണ് നൽകിയത് എന്ന് വരുത്തിയെത്തും. മറുഭാഗത്ത് മുൻഗണനാ പട്ടികയിൽ ഇല്ലാത്തവർക്ക് കിറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ ചിലവാക്കിയ കോടികളുടെ കണക്ക് BJP സൗകര്യപൂർവ്വം മറന്നു. ഇതൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു. എന്നാൽ ഇതിലെ രാഷ്ട്രീയ ക്രെഡിറ്റ് മുഴുവൻ ഒരു കൂട്ടർ മാത്രം ഹൈജാക്ക് ചെയ്തു. ഭക്ഷ്യക്കിറ്റുകൾക്ക് പിന്നാലെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക അവകാശവാദങ്ങൾ ഒന്നായിരുന്നു 20,000 കോടി രൂപയുടെ കോവിഡ് പാക്കേജ് പ്രഖ്യാപനം. എന്നാൽ കണക്കുകൾ നോക്കാം. ഈ 20,000 കോടിയിൽ 8,300 കോടി രൂപയും ജനങ്ങൾ ബാങ്കിൽ നിന്നും എടുക്കേണ്ട ലോണുകളായിരുന്നു. ബാക്കിയുള്ള തുകയോ ഇത് സർക്കാരിൻ്റെ പഴയ ബാധ്യതകൾ തീർക്കാനായിരുന്നു. കോൺട്രാക്ടർമാർ കൊടുക്കാനുള്ള പണം, പഴയ കുടിശ്ശികകൾ, പെൻഷനുകൾ, ദൈനംദിന ചിലവുകൾ ഇതെല്ലാം കൂടി കൂട്ടിയായിരുന്നു ഇതിൻ്റെ പുതിയ പേരിട്ട് വിളിച്ചു കോവിഡ് റിലീഫ് പാക്കേജ്. പുതിയതായി ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയ പണം തുച്ഛമായിരുന്നു. ഇതൊരു ഒന്നാം തരം റീബാൻഡിങ് മാത്രമായി ഒതുങ്ങി. അധികാരമേറ്റ് കൃത്യം ഒരു മാസം 2021 ജൂണിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തിൻ്റെ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ തനിനിറം പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്വകാര്യ തൊഴിൽദാതാക്കളായ കിറ്റെക്സ് തങ്ങളുടെ 3,500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതി പെട്ടെന്ന് പിൻവലിക്കുന്നു. കിറ്റെക്സ് കേരളം വിട്ടുപോകാനായിട്ടുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് 3,500 കോടി രൂപ കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റാനായിട്ട് തീരുമാനിച്ചത്. നിരന്തരമായ റെയ്ഡുകളിലൂടെ സർക്കാർ വകുപ്പ് തന്നെ വേട്ടയാടുകയാണെന്ന് അന്ന് MD ബാബു ജേക്കബ് തുറന്നടിച്ചു. കേരളത്തിലെ മന്ത്രിമാർ ന്യായീകരണ തൊഴിലാളികളായ മാറിയപ്പോൾ തെലങ്കാന സർക്കാർ കൊച്ചിയിലേക്കൊരു പ്രൈവറ്റ് ജെറ്റ് അയച്ചു. ബാബു ജേക്കബിനെ കൂട്ടിക്കൊണ്ടുപോയി. ആ 3,500 കോടിയുടെ നിക്ഷേപം അവർ സ്വന്തമാക്കി. കേരളത്തിൻ്റെ വ്യാവസായിക സ്വപ്നങ്ങളുടെ മുഖത്തേറ്റ് ഏറ്റവും വലിയ അടിയായിരുന്നു. ആ നാണക്കേട് മാറുന്നതിന് മുമ്പേ ജൂലൈ മാസത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സാമ്പത്തിക അടിത്തറയായ സഹകരണ മേഖലയിലെ പിടിച്ചുകുലുക്കിയ ഒരു വാർത്ത വന്നു. തൃശ്ശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, 100 കോടി രൂപയുടെ തട്ടിപ്പ്. CPIM ഭരണസമിതി പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്ന ബാങ്കിൽ നിന്നും സാധാരണക്കാരുടെ വിയർപ്പിൻ്റെ വിലയായ കൊള്ളയടിക്കപ്പെട്ടു. അതിനു പിന്നാലെ മുട്ടിൽ മരമുറി വിവാദം. വയനാട്ടിലെ പട്ടയഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ഈട്ടിമരങ്ങൾ മാഫിയകൾ വെട്ടി കടത്തി. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ അവ്യക്തമായ ഒരു ഉത്തരവിൻ്റെ മറവിലായിരുന്നു ഈ വൻകൊള്ള. ഭരണ തുടർച്ചയുടെ ആദ്യ മാസങ്ങളിൽ തന്നെ താഴെത്തട്ടുള്ള അഴിമതി പൂർണ്ണ നഗ്നമായി ജനങ്ങൾ മുന്നിലെത്തി. എന്നാൽ സർക്കാരിൻ്റെ ധാർമ്മിക മുഖംമൂടി പൂർണ്ണമായും പിച്ചു ചീന്തിയത് സുപ്രീം കോടതിയാണ്. 2015 നിയമസഭ അടിച്ചു തകർത്ത ക്രിമിനൽ കേസിൽ പിൻവലിക്കാൻ ഈ സർക്കാർ സുപ്രീം കോടതി വരെ പോയി.
അത് MLA-മാരുടെ പരിരക്ഷയാണെന്ന് സർക്കാർ വാദം. പൊതുമുതൽ നശിപ്പിക്കുന്നത് ഒരു അവകാശമല്ലെന്ന് തുടർന്നടിച്ചുകൊണ്ട് സുപ്രീം കോടതി ആ ഹർജി ചവറ്റുകുട്ടിലേക്ക് എറിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി B. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വിചാരണ നേരിടണമെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ എല്ലാം നെഗറ്റീവ് മാത്രമായിരുന്നില്ല. ബിസ്മിയുടെ സ്ത്രീധന മരണത്തെ തുടർന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങിയിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണമെന്ന നിയമം കർശനമാക്കി. അതുപോലെ തന്നെ കേരളം 44,006 കുടുംബങ്ങളെ കൃത്യമായി കണ്ടെത്തി സഹായിക്കാനുള്ള അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ചു. നീതി ആയോഗിന്റെ സൂചികയിൽ കേരളം ഒന്നാമതെത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഈ സർക്കാർ ചരിത്രം തിരുത്തിയെഴുതി. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ദേശീയപാത വികസനം NH66 സംസ്ഥാനം ഖജനാവിൽ നിന്നും 25% തുക, ഏകദേശം 5,500 കോടി കേന്ദ്രത്തിന് നൽകാൻ LDF സർക്കാർ തയ്യാറായി. കൊച്ചി വാട്ടർ മെട്രോയിൽ ട്രയൽ റണ്ണും ഈ വർഷം. കോൺക്രീറ്റ് പാലങ്ങൾ ഉയരുന്നതിനിടയിൽ കേരളത്തിലെ യുവജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മേൽ സർക്കാർ കരിങ്കല്ല് വയ്ക്കുകയായിരുന്നു. ചെറുപ്പക്കാർ PSC റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ജോലി കിട്ടാതെ തെരുവുകളിൽ സമരം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ എല്ലാ നിയമവും കാറ്റിൽ പറത്തി കണ്ണൂർ സർവകലാശാലയിൽ നിയമിക്കാൻ നടത്തിയ നീക്കങ്ങൾ കേരളം കണ്ടുഞെട്ടി. നിയമവിരുദ്ധമായി കണ്ണൂർ VC-ക്ക് പുനർനിയമനം നൽകിയതോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെതിരെ പോർമുഖം തുറന്നു. എന്നാൽ ഇതെല്ലാം പഴങ്കഥകൾ മാത്രമാവാൻ പോവുകയായിരുന്നു. കാരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു ജനകീയ സമരത്തിന് ആദ്യ വർഷം തന്നെ തിരികൊളുത്തി. വികസനത്തിന്റെ പേരും പറഞ്ഞ് കേരളത്തെ നടുകെ പിളർക്കാൻ വന്ന സിൽവർ ലൈൻ അഥവാ കേരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി. എന്നാൽ കേരളത്തിലെ സാധാരണക്കാർക്ക് ഇതൊരു പേടി സ്വപ്നമായി മാറിയിരുന്നു. പരിസ്ഥിതി ആഘാത പഠനങ്ങളോ കൃത്യമായ സ്ഥലമെടുപ്പ് നിയമ നടപടികളോ ഇല്ലാതെ ജനങ്ങളുടെ അടുക്കളയിലും കിടപ്പ് മുറികളിലും വരെ അധികാരികൾ മഞ്ഞക്കുറ്റികൾ അടിച്ചു കയറാൻ തുടങ്ങി. വരാൻ പോകുന്ന കേരയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ വരിക തന്നെ ചെയ്യും. കേരയിൽ വരും, എല്ലാം ശരിയാവും എന്ന മുഖ്യമന്ത്രി ആവർത്തിച്ചപ്പോൾ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്ന ഭയത്താൽ കേരളത്തിലെ തെരുവുകളിൽ സാധാരണക്കാർ പൊട്ടിക്കരഞ്ഞു. ചങ്ങനാശ്ശേരി മടപ്പള്ളിയിൽ ഉൾപ്പെടെ പ്രതിഷേധിച്ച് സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് റോഡിലൂടെ വലിച്ചിഴച്ചു. വികസനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സർക്കാർ അഹങ്കരിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ അടിത്തറയായ സാധാരണക്കാരുടെ കണ്ണീരാണ് ആ മഞ്ഞക്കുട്ടികൾ ചുറ്റും വീണത്. ഈ ജനകീയ സമരങ്ങളിൽ സർക്കാർ നേരിട്ടത് തികഞ്ഞ പോലീസ് രാജ്യമായിരുന്നു. പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ വലിയ നാണക്കേട് ഓർമ്മ വരുന്നത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പും കേരള പോലീസും ഒരു തട്ടിപ്പുകാരന്റെ മുന്നിൽ എത്രത്തോളം ചെറുതായി എന്ന് കേരളം കണ്ട വർഷമായിരുന്നു ഇത്. മോൺസൺ മാവുങ്കൽ എന്ന പുരാവസ്തു തട്ടിപ്പുകാരൻ. മോശയുടെ വടിയും യുദാസിന്റെ വെള്ളിക്കാശും ടിപ്പുവിന്റെ സിംഹാസനവുമൊക്കെ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അയാൾ കോടികൾ തട്ടിയപ്പോൾ കേരളം കൂടുതൽ ഞെട്ടിയത് അയാളുടെ തട്ടിപ്പ് കണ്ടല്ല, മറിച്ച് കേരള പോലീസിന്റെ തലവനായ സാക്ഷാൽ DGP ലോക്നാഥ് ബെഹ്റയും ADGPയും ഇന്റലിജൻസ് സംവിധാനങ്ങൾ മുഴുവൻ നോക്കിക്കുത്തിയായി കേരളത്തിലെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഒരു തട്ടിപ്പുകാരന്റെ സ്ഥിരം സന്ദർശനമാകുന്ന വിവരം പുറത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേട് പൂർണ്ണമായും തുറന്നുകാട്ടി. 2021 ഒക്ടോബർ നവംബർ മാസം കേരളത്തിലെ കനത്ത മഴയും പ്രളയവും ഡാമുകൾ തുറന്നുവിടുന്നു. കൂട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയരുന്നു. അത് കണ്ട് കേരളം മുഴുവൻ ഭീതിയോടെ നിൽക്കുകയാണ്. പുതിയ ഡാം വേണമെന്ന് കേരളത്തിന്റെ ആവശ്യപ്പെടുമ്പോൾ തമിഴ്നാട് അത് ശക്തമായി എതിർക്കുന്നു. ഈ സമയത്താണ് കേരളത്തിനെ വനം വകുപ്പ് ആരും അറിയാതെ തികച്ചും രഹസ്യമായി ഒരു ഉത്തരവിറക്കുന്നത്. മുല്ലപ്പെരിയാറിലെ ബേബി ഡാമിന് താഴെയുള്ള 15 മരങ്ങൾ മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ്. തമിഴ്നാട് സുപ്രീം കോടതിയിൽ കാലങ്ങളായി ആവശ്യപ്പെടുന്ന അവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യം കേരളം തന്നെ അവർക്ക് ചോദിക്കാതെ നൽകി. വിവാദം കത്തിപ്പടർന്നപ്പോൾ വനം വകുപ്പ് മന്ത്രി പറഞ്ഞു, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു ഉത്തരവിറക്കിയിട്ട് മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ അവിടെ? ഒടുവിൽ ജനരോക്ഷം ഭയന്ന സർക്കാർ ആ ഉത്തരവും മരവിപ്പിക്കേണ്ടി വന്നു. ഭരണയന്ത്രം എത്രത്തോളം താളം തെറ്റി ഓടുകയാണെന്ന് ഈ സംഭവം തെളിയിച്ചു. ചരിത്രപരമായ തുടർഭരണം നേടിയ ഈ സർക്കാരിൻ്റെ ആദ്യ വർഷ ജനകീയ സ്കോർ നിങ്ങൾ വിലയിരുത്തുക. എന്നാൽ ഇതെല്ലാം വെറും തുടക്കം മാത്രമായിരുന്നു. ഈ വിവാദങ്ങളെല്ലാം കത്തിപ്പടരുന്ന ഭരണഘടനാ പ്രതിസന്ധികൾ സൃഷ്ടിച്ച സംഭവങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2ാം വർഷം വിഴിഞ്ഞത്തിൻ്റെ തെരുവുയുദ്ധം, സർക്കാരും ഗവർണറും തമ്മിലുള്ള തുറന്ന പോര്, ഒപ്പം ജനങ്ങളുടെ പോക്കരടിക്കാൻ വന്ന AI ക്യാമറകളും, ലക്ഷണമൊത്ത ആ കൊള്ളയുടെ കണക്കുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.